അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായ റമളാൻ ഷരീഫ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവസാനത്തെ പത്തിലാണ് നാമൊക്കെ നിലകൊള്ളുന്നത്. ഈ അവസാനത്തെ പത്തിൽ നമുക്ക് ഉപകരിക്കുമെന്നുറപ്പുള്ള, ചോദിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും എന്നുറപ്പുള്ള, ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അത്രമേൽ ഉപകാരപ്പെടുന്ന മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബിമാരൊക്കെ ദുആ ചെയ്ത വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ദുആ ഉണ്ട്. ഈ അവസാനത്തെ പത്തിലുള്ള ഓരോ രാത്രികളിലെ നിങ്ങളുടെ ദുആകളിലും ഈ ദുആഇനെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ച രക്ഷ സാധ്യമാണ്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാനത് കാരണമാകും. നമ്മുടെ ഏതേതു പ്രതിസന്ധികളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ കാരണമാകും. ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദുനിയാവും ആഖിറവും രക്ഷപ്പെടലാണ്. നമ്മുടെ ഈമാൻ സലാമത്തായിട്ട് ആഖിബത്ത് നന്നായി മരണപ്പെടലാണ്. അത്തരം വിഷയങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബികൾ ദുആ ചെയ്ത ആ പവിത്രമേറിയ ആ ഒരൊറ്റ ദുആ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളിത് കൃത്യമായിട്ട് പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. ആ അർത്ഥം അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ട് ഈ അവസാന പത്തുകളിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പാണ് ഈ റമളാൻ നമുക്ക് അനുകൂലമാകും. റമളാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടാൻ അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് സ്വതക്ക നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ നോമ്പ് തുറയിലേക്ക് സ്വതക്ക നൽകി. 50 പേരുടെയും 20 പേരുടെയും 30 പേരുടെയൊക്കെ ഏറ്റെടുത്തവരുണ്ട്. ഇത് റമളാനിൻ്റെ അവസാന സമയങ്ങളാണല്ലേ. ഇൻഷാ അല്ലാഹ് ഇനിയൊരു റമളാൻ നമ്മൾ ഉണ്ടാകുമെന്ന് നമുക്കറിയൂല. അപ്പോൾ ഇത് നമ്മുടെ അവസാന റമളാനാണെങ്കിൽ ഇത് കൃത്യമായി ഉപയോഗപ്പെടുത്തുക. ഈ മൊമെൻ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഒരു 30 പേരുടെയോ 50 പേരുടെയോ 20 പേരുടെയൊക്കെ നോമ്പുതുറ നൽകാൻ സാധിക്കുന്നവർ ഇപ്പോൾ നേരത്തെ കാണിച്ച നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചറിയിച്ചാൽ വലിയ സന്തോഷമാകും. നമ്മൾ 27 ഉൾപ്പെടെയുള്ള പവിത്രമേറിയ മജ്‌ലിസുകളിലൊക്കെ പ്രത്യേകം എല്ലാ ദിവസവും ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകമായ മജ്‌ലിസുകളിലൊക്കെ ഉൾപ്പെടുത്തും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അവസാന റമളാനാണെങ്കിൽ അതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ നീട്ടിയൊന്നും പറയാതെ ആദ്യ ദുആ ഇവിടെ കാണിക്കാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് അത് കൃത്യമായിട്ട് നിങ്ങൾ പകർത്തുകയാണെങ്കിൽ നമുക്കൊക്കെ പകർത്താം, വലിയ ഗുണം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഈ ദുആ അത്രമേൽ പവിത്രമേറിയൊരു ദുആ കൂടെയാണ്. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ദുആ ചെയ്തൊരു ദുആ കൂടെയാണ്. എങ്ങനെയാണ് ഈ ദുആ? മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹത്തുക്കളൊക്കെ ആ മഹാന്മാരൊക്കെ സ്വഹാബാക്കളൊക്കെ ദുആ ചെയ്ത ദുആ ആണ്. നമുക്കും ദുആ ചെയ്യാം. എങ്ങനെയാണ് ഇത് ദുആ ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കൂ. അല്ലാഹുമ്മ ഇൻ കുൻത കതബ്നാ അഷ്ഖിയാ ഫംഹുഹു വക്തുബ്നാ സുഅദാ. അതൊരു ഭാഗമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയോ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ കുൻത കതബ്നാ, നീ ഞങ്ങളെ പരാജിതരുടെ കൂട്ടത്തിൽ, അഷ്ഖിയാ പരാജിതരുടെ കൂട്ടത്തിലാണ് ഞങ്ങളെ എഴുതിയതെങ്കിൽ, ഫംഹുഹു നീ മായ്ച്ചു കളയണേ എന്നാണ്. ദോഷങ്ങളൊക്കെ പുറത്തു കളഞ്ഞ് മായ്ച്ചു കളഞ്ഞ്, വക്തുബിന സ്വാദാ വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ എഴുതി ചേർക്കണേ എന്നാണ് ദുആ. എത്ര പവിത്രമേറിയ ദുആ ആണ് നോക്കൂ. നമ്മളൊക്കെ പരാജിതരുടെ കൂട്ടത്തിലാണെങ്കിൽ അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ എഴുതി ചേർക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ദുആ ആണ്. ഇനി നോക്കൂ, അതിൻ്റെ രണ്ടാമത്തെ ഭാഗം വ ഇൻ കുൻത കതബ്നാ സുഅദാ. അല്ലാഹുമ്മ ഇൻ കുൻത കതബ്തനാ എന്നാട്ടോ. അല്ലാഹുമ്മ ഇൻ കുൻത കതബ്തനാ അഷ്ഖിയാ ഫംഹുഹു വക്തുബ്നാ സുഅദാ വ ഇൻ കുൻത കതബ്തനാ, നീ ഞങ്ങളെ വിജയികളുടെ കൂട്ടത്തിലാണ് എഴുതിയതെങ്കിൽ, നമ്മൾ ചെയ്യുന്ന അമലുകൾ കാരണമായിട്ട് നമ്മൾ വിജയികളുടെ കൂട്ടത്തിലാണ് എഴുതിയതെങ്കിൽ, ഫസ്ബുത്തിന നീ അതിനങ്ങനെ ഞങ്ങൾക്ക് സ്ഥിരപ്പെടുത്തി നൽകണം. കാരണം എന്താണെന്നറിയോ? ഫൈന്നക തീർച്ചയായിട്ടും നീയാകുന്നത് തംഹു മാ തശാ, നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നീ മായ്ച്ചു കളയുന്നുള്ളതാണ്. ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു എല്ലാം നേരത്തെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതി വച്ചതൊക്കെ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് പ്രകാരം അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം അള്ളാഹു അതൊക്കെ മായ്ച്ചു കളയും. വതസ്ബുതു വഇൻദക ഉമ്മുൽ കിതാബ്, അള്ളാഹുവിൻ്റെ അടുക്കലാണ്
അങ്ങനെ സ്ഥിരപ്പെടുത്തും വേണം. സ്വാദായിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് മാത്രം പോരാ, ഇനി അതിങ്ങനെ സ്ഥിരപ്പെട്ട് നിൽക്കും വേണം. വഇൻദക ഉമ്മുൽ കിതാബ്, നിൻ്റെ അടുക്കലാണ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന ആ ഒരു എല്ലാ കാര്യങ്ങളും എല്ലാ തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അപ്പോൾ അള്ളാഹു തീരുമാനിച്ചാൽ അള്ളാഹു അത് മാറ്റും. അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ രക്ഷ കിട്ടാൻ കാരണമാകുന്നു. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ദുആ ആണ്. അല്ലാഹുമ്മ ഇൻ കുൻത കതബ്തനാ അഷ്ഖിയാ ഫംഹുഹു വസ്ബുത്നാ വക്തുബ്നാ സുഅദാ വഇൻ കുൻത കതബ്തനാ സുഅദാ ഫസ്ബുത്നാ ഫഇന്നക തംഹു മാ തശാ വതസ്ബുതു വഇൻദക ഉമ്മുൽ കിതാബ്. അല്ലാഹുമ്മ ഇൻ കുൻത കതബ്തനാ അഷ്ഖിയാ ഫംഹുഹു വക്തുബ്നാ സുഅദാ വഇൻ കുൻത കതബ്തനാ സുഅദാ ഫസ്ബുത്നാ ഫഇന്നക തംഹു മാ തശാ വതസ്ബുതു വഇൻദക ഉമ്മുൽ കിതാബ് എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ ദുആ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റുന്ന ദുആ ആണ്. ഈ ലൈലത്തുൽ ഖദ്റിനെയൊക്കെ പ്രതീക്ഷിക്കുന്ന പവിത്രമേറിയ നമ്മുടെ മജ്ലിസുകളിലൊക്കെ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാവുന്നതാണ്. ഇനിയുള്ള ഓരോ ദിവസങ്ങളെന്ന് പറയുന്നത്, ഓരോ രാത്രികളെന്ന് പറയുന്നത്, ഓരോ പകലുകളെന്ന് പറയുന്നത് വളരെ നിർണായകമായ രാത്രികളും പകലുകളാണ്. ഇഅ്തികാഫ് വർദ്ധിപ്പിക്കേണ്ട, ധാരാളം സുന്നത്തുകൾ വർദ്ധിപ്പിക്കേണ്ട, നോമ്പ് തുറപ്പിക്കേണ്ട, സദഖകൾ വർദ്ധിപ്പിക്കേണ്ട, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ട, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സുകൃതങ്ങളെല്ലാം ധാരാളമായി ചെയ്യേണ്ടുന്ന വളരെ പവിത്രമേറിയ സന്ദർഭം. ഈ അവസാനത്തെ 10 ഈ രാത്രികൾക്ക്, ഈ പകലുകൾക്ക് മറ്റേതോ രാത്രികളെക്കാളും ശ്രേഷ്ഠതയുണ്ട്. വളരെ പവിത്രമേറിയ ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അരമുറുക്കി ഇറങ്ങിയിരുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകണം. അതെ, നമ്മളെപ്പോഴും പറയാറുള്ളത് തന്നെ അതാണ്, ഇത് നമ്മുടെ അവസാന റമളാനാണെങ്കിൽ. ഇപ്പോൾ കഴിഞ്ഞ റമളാനിലൊക്കെ ഉണ്ടായിരുന്ന പല ആളുകളും വിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രികളിലും മറ്റുള്ള സദസ്സുകളിലൊക്കെ ഒരുമിച്ച് കൂടി മജ്ലിസുകളിലൊക്കെ പങ്കെടുത്തവരായിരിക്കും. അവരൊക്കെ ദുആ ചെയ്തപ്പോൾ ആത്മാർത്ഥമായി ചെയ്തിരുന്നൊരു ദുആ ഉണ്ട്. അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ അവസാന റമളാനാക്കല്ല അല്ലാ, ഇനിയും ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാ എന്ന് പറഞ്ഞവൻ അവസാനമായിട്ട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ റമളാനിൽ പള്ളി മെഹ്റാബുകളിൽ നിന്ന് അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം ഖതീബ് മിമ്പറിൽ നിന്ന് റമളാനിനെ സലാം പറഞ്ഞ് യാത്ര അയക്കുമ്പോൾ അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ. റമളാനിനെ ഗദ്ഗദത്തോടുകൂടെ വേദനയോടുകൂടെ മുഅ്മിനീങ്ങൾ യാത്രയേക്ക് പറഞ്ഞയക്കുമ്പോൾ ഇനിയും ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്ത പലരും ഇന്നവരൊക്കെ ആറടി മണ്ണിലാണ്. ഏതോ നാട്ടിലെ ഏതോ പള്ളി മൈതാനിയിൽ അവർ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവരുടെയൊക്കെ ഖബർ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കട്ടെ. സാധുക്കളായ നമുക്ക് അള്ളാഹു ആയുസ്സിനെ നീട്ടി നൽകി ഈ റമളാനിൻ്റെ ആദ്യത്തെ 10ഉം രണ്ടാമത്തെ 10ഉം കഴിഞ്ഞും അതിൻ്റെ അവസാനത്തെ 10ലേക്ക് നമ്മളെത്തി. നമുക്ക് ആയുസ്സിനെ റബ്ബ് നീട്ടിത്തന്നിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ കയറിയപ്പോൾ ആമീൻ പറഞ്ഞ സംഭവം നമുക്കറിയാം. റമളാൻ ആഗതമായിട്ട് ദോഷങ്ങൾ പൊറുക്കപ്പെടാതെ റമളാൻ വിട പറഞ്ഞു പോകുന്നവർക്ക് നാശമാണ്. ഈ റമളാൻ കടന്നു വന്ന് നമുക്ക് ഈ റമളാൻ പൊറുക്കപ്പെടുന്ന രൂപത്തിൽ നമ്മിൽ നിന്ന് വിട പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ പാരത്രിക ലോകത്തെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും ശഫാഅത്ത് നൽകും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് വേണ്ടിയിട്ടാണ് 5 വഖത്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. 5 വഖത്ത് വാങ്കിന് ശേഷം ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമത്തി വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജതർ റഫീഅ വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദത വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ. അല്ലാഹുവേ, ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് നൽകണേ എന്ന് പറഞ്ഞ്
5 വഖത്തിന് വാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ ദുആ ചെയ്യുന്നവരാണ്. എന്നാൽ കേൾക്കണോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ ഷഫാഅത്ത് നൽകാതെ ഹബീബായ തങ്ങൾ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം നാളെ പാരത്രിക ലോകത്ത് നമുക്ക് വരാനുണ്ട്. ആ സാഹചര്യം ഏതാണെന്നറിയണോ? വിശുദ്ധ റമളാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരെ തൊട്ട് ഞാൻ ഒഴിവാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ നോക്കൂ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ റമളാൻ പ്രതികൂലമായി സാക്ഷി പറയുന്ന വിഭാഗങ്ങളിലാണ് നമ്മൾ പെട്ടതെങ്കിൽ ഹബീബായ തങ്ങൾ നാളെ മഹ്ശറയിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്നാണ് നമ്മെ തൊട്ട്. അള്ളാഹു കാക്കട്ടെ. പ്രതികൂലമായി സാക്ഷി പറയാന്ന് പറഞ്ഞാൽ റമളാൻ നാളെ ചെന്ന് പറയും, ഇവൻ റമളാന് വന്നിട്ട് ഇവനിക്ക് അള്ളാഹു ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ട്, സമ്പത്ത് കൊടുത്തിട്ട്, ആരോഗ്യം കൊടുത്തിട്ട് ഇവൻ റമളാനിക്ക് പച്ചക്ക് ഭക്ഷണം കഴിക്കുകയായിരുന്നു, ഇവനെ റമളാന് പച്ചക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയുകയായിരുന്നു, ഇവനെ റമളാനിനെ ആദരിക്കാതെ അവന് ആവശ്യമില്ലാത്തതൊക്കെ അവൻ്റെ മൊബൈലിൽ കണ്ടിരിക്കുകയായിരുന്നു എന്ന് റമളാൻ നമുക്കെതിരെ പ്രതികൂലമായി സാക്ഷി പറഞ്ഞാൽ സാധുക്കളായ നമ്മെ തൊട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാണ്. അള്ളാഹു നമ്മൾക്ക് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.